നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 33-ാമത്തെ കഥ. പർവ്വത പ്രദേശത്തിൽ ഒരിടത്ത് ചക്രവർത്തിക്കൊരു താവളമുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലമാണ് അവിടം. മഴ പെയ്താൽ തണുപ്പ് ഇരട്ടിക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ചക്രവർത്തി അവിടെ താമസിക്കാറുണ്ട്. ഒന്നിച്ച് രാജസേവകന്മാരും. അവർക്ക് പ്രത്യേകമായ പാർപ്പിടമുണ്ട്. താവളത്തിൽ ചെല്ലണമെന്നായി രാമൻ്റെ നിശ്ചയം. അയാൾ കുതിരപ്പുറത്ത് കയറി യാത്രയായി. വളരെ ദൂരം സഞ്ചരിച്ച് താവളത്തിൻ്റെ അടുക്കലെത്തി. അപ്പോഴേക്കും തണുപ്പ് കഠിനമായിരുന്നു. മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. രാമൻ്റെ കുപ്പായങ്ങൾ മഴവെള്ളത്തിൽ കുതിർന്നു. കിടുകിടെ വിറച്ചുകൊണ്ട് അയാൾ രാജസേവകന്മാരുടെ പാർപ്പിടത്തിലേക്ക് പോയി. നടുവിൽ തീ കൂട്ടിയിരിക്കുന്നു. രാജസേവകന്മാർ ചുറ്റിനുമിരിക്കുന്നു. എന്തു സുഖമാണ് തീ കായാൻ! അതേസമയം സംഭാഷണം ചെയ്യാനും പലഹാരം തിന്നാനും ഒന്നാന്തരം മാംസപലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരോ താമ്പാളങ്ങളിൽ മാംസപലഹാരം ചുടുചുടേ വയ്ക്കുന്നു. അവർ സ്വാദോടെ തിന്നുന്നു, വെടി പറയുന്നു, ചിരിക്കുന്നു. ആകെ ഒരു കോലാഹലം തന്നെ. അല്പനേരം തീ കാഞ്ഞെങ്കിൽ രാമൻ ഇരിക്കാൻ ഇടമുണ്ടോ എന്ന് നോക്കി. അല്പം പോലും ഇടമുണ്ടായിരുന്നില്ല. തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് രാജസേവകന്മാർ. നനഞ്ഞൊലിച്ചു വന്ന രാമനെ എല്ലാവരും കണ്ടിരുന്നു. പക്ഷെ ആരും അവനവൻ്റെ സ്ഥാനത്ത് നിന്ന് അല്പം പോലും ഇളകിയില്ല. എന്നാൽ ഇനി തനിക്കിരിക്കാൻ ഇടമുണ്ടാക്കുക തന്നെ. തീക്ഷ്ണമായ ബുദ്ധിയല്ലേ രാമന്. അയാൾ ബുദ്ധി പ്രയോഗിച്ചു. കൂട്ടുകാരെ, ദീർഘയാത്ര കഴിഞ്ഞു വരികയാണ് എൻ്റെ കുതിര. പുറപ്പെടും മുമ്പ് അതിന് ആഹാരം കൊടുത്തില്ല. പാവം വല്ലാതെ വിശന്നിരിക്കുകയാണ്. അതിന് കൊടുക്കാൻ കുറേ മാംസപലഹാരം തരിൻ, അയാൾ അഭ്യർത്ഥിച്ചു. രാജസേവകന്മാർക്ക് അത്ഭുതം തോന്നി. രാമ, എന്താണ് നിങ്ങൾ പറയുന്നത്? കുതിരയ്ക്ക് മാംസപലഹാരം വേണമെന്നോ? മാംസപലഹാരം കഴിക്കുന്ന കുതിര അല്ലേ? അങ്ങനെ ഒരു മൃഗത്തെക്കുറിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഒരുവൻ പറഞ്ഞു. സ്നേഹിത, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ശരി, നിങ്ങൾ എൻ്റെ കുതിരയ്ക്ക് മാംസപലഹാരം കൊടുത്തു നോക്കിൻ. അപ്പോൾ മനസ്സിലാവും തെറ്റ് എനിക്കോ നിങ്ങൾക്കോ എന്ന്, രാമൻ പറഞ്ഞു. എന്നാൽ ഇതൊന്ന് പരീക്ഷിക്കണമല്ലോ. ആ രാജസേവകൻ സ്വസ്ഥാനത്തു നിന്ന് എഴുന്നേറ്റു. ഒരു താമ്പാളത്തിൽ മാംസപലഹാരം പകർന്നു. 4-5 പേർ കൂടി അപ്രകാരം ചെയ്തു. അവർക്കും പരീക്ഷിച്ചു നോക്കണം. എല്ലാവരുമായി രാമൻ്റെ കുതിരയുടെ അടുക്കലേക്ക് പോയി. രാമന് വേണ്ടതും അതിലധികവും ഇടം കിട്ടി. അയാൾ സ്വസ്ഥമായി അവിടെ ഇരുന്നു. സുഖമായി തീ കായുകയും ചെയ്തു. കുതിരയുടെ അടുക്കളേക്ക് പോയില്ലേ രാജസേവകന്മാർ? അവർ മുറ്റത്ത് നിൽക്കുന്ന കുതിരയുടെ നേർക്ക് മാംസപലഹാരം നീട്ടി. കുതിര മറ്റൊരു വശത്തേക്ക് തിരിഞ്ഞു നിന്നു. രാജസേവകന്മാർ ആ വശത്തേക്ക് ചെന്നു. കുതിര ഇനിയും ഒരു വശത്തേക്ക് തിരിഞ്ഞു നിന്നു. ചിലർ കുതിരയുടെ മോന്തയിൽ പിടിച്ച് വായ് തുറപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ പരിശ്രമം നിഷ്ഫലമായി. കുതിര വായ് ബലപ്പിച്ച് അടച്ചു വെച്ചിരിക്കുന്നു. രാജസേവകന്മാർ അകത്തേക്ക് ചെന്നു. ഇതിനിടയ്ക്ക് സമയം കുറേ കഴിഞ്ഞിരുന്നു. രാമൻ്റെ വിറയൽ തീർന്നിട്ടുണ്ട്. സുഖമായി തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ. എന്താ രാമ, നിങ്ങളുടെ കുതിര മാംസപലഹാരം തിന്നുന്നില്ലല്ലോ, അവർ പറഞ്ഞു. രാമൻ വിശദീകരണം നൽകി. കേട്ടോ കൂട്ടരെ, കുതിര ഒന്ന് വിചാരിച്ചു. യജമാനൻ തണുത്ത് വിറച്ചു വന്ന് കയറിയതാണ്. പുല്ലോ മുതിരയോ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. തൽക്കാലം മാംസപലഹാരം തിന്ന് വിശപ്പടക്കുക തന്നെ. പക്ഷേ താമസിയാതെ കുതിരയ്ക്കൊന്ന് മനസ്സിലായി. ഞാൻ തീ കാഞ്ഞ് സുഖമായിരിക്കുന്നു. ഇനിയിപ്പോൾ കുതിരയ്ക്ക് പുല്ലോ മുതിരയോ കൊടുക്കും. പിന്നെന്തിനു കുതിര മാംസപലഹാരം കഴിക്കണം? രാജസേവകന്മാർ പിന്നൊന്നും മിണ്ടിയില്ല. നന്ദി.